ഹലോ, വെൽക്കം ബാക്ക് ടു ഫീന സ്റ്റഡി റൂം. അപ്പോൾ ഇന്ന് നമ്മൾ ക്വസ്റ്റ്യൻ പേപ്പറാണ് നോക്കി പോകുന്നത്. റീസെൻ്റ്ലി നടന്നിട്ടുള്ള എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറും ഇനി മുതൽ നമ്മുടെ ഈ ചാനലിലൂടെ നമ്മൾ നോക്കി പോകുന്നതായിരിക്കും കേട്ടോ. ഓരോ ദിവസം ഓരോ ക്വസ്റ്റ്യൻ പേപ്പർ എന്ന വിധത്തിൽ നമ്മൾ റീസെൻ്റ്ലി നടന്നിട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പർ മാത്രമാണ് നമ്മൾ നോക്കി പോവുക. അപ്പോൾ ഇതുവരെ കാണുന്നവർ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ കൂട്ടുകാരിലേക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് മാക്സിമം ഇപ്പോൾ നമ്മൾ പഠിക്കേണ്ടത് റീസെൻ്റ്ലി നടന്നിട്ടുള്ള എക്സാമിൽ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ ആ ക്വസ്റ്റ്യൻസ് വരുന്ന ഏരിയകൾ, അതുപോലെ തന്നെ ഏതൊക്കെ ക്വസ്റ്റ്യൻസ് ആണോ പുതിയതായിട്ട് ചോദിച്ചിട്ടുള്ളത് ആ ഏരിയകളാണ് നമ്മൾ കൂടുതലായിട്ട് ഫോക്കസ് ചെയ്തിട്ട് പഠിക്കേണ്ടത്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഇങ്ങനെ ഒരു പ്ലാൻ ചെയ്തിട്ടുള്ളത്. നമുക്ക് മാക്സിമം റീസെൻ്റ്ലി നടന്നിട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പറിലൂടെയാണ് ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് നല്ലൊരു റേഞ്ചിലുള്ള മാർക്കിലേക്ക് എത്താൻ വേണ്ടിയിട്ട് സാധിക്കും. അപ്പം LDC പഠിക്കുന്നവരാണെങ്കിലും LGS ശ്രമിക്കുന്നവരാണെങ്കിലും ഒക്കെ നമുക്ക് ഇനി ഈ ഒരു ചാനൽ നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നതായിരിക്കും. അപ്പോൾ പുതുതായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോക്ക് ലൈക്ക് ചെയ്തിട്ട് നിങ്ങൾ ക്ലാസ് കണ്ടുകൊണ്ടിരിക്കുക കേട്ടോ. അപ്പം ഓക്കെ ആണല്ലോ. അപ്പം നമുക്ക് ഒന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. LP UP എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറാണ് നമ്മളിന്ന് നോക്കുന്നത്. 88/24 2024 നടന്നിട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പറാണ് കേട്ടോ. അപ്പോൾ നമുക്ക് നോക്കാം. താഴെ പറയുന്നവയിൽ ശ്രീനാരായണ ഗുരുവിൻ്റെ കൃതി അല്ലാത്തത് ഏത് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ദൈവദശകം, ആത്മോപദേശ ശതകം, ദർശനമാല ഇതൊക്കെ ആരുടേതാണ്? ഇതൊക്കെ ശ്രീനാരായണ ഗുരുവിൻ്റേതാണ് അല്ലേ. എന്നാൽ പ്രാചീന മലയാളം ആരുടേതാണ്? അത് ചട്ടമ്പി സ്വാമികളുടെ കൃതിയാണ്. ഇനി ഹാരപ്പൻ ജനതയ്ക്ക് ചെമ്പ് ലഭിച്ചിരുന്ന സ്ഥലം ഏതാണെന്നാണ്? അത് ഗേത്രിയാണ് അല്ലേ. ഗേത്രി ഖനികളിൽ നിന്നാണ് ഹാരപ്പൻ ജനതയ്ക്ക് ചെമ്പ് ലഭിച്ചിട്ടുണ്ടായിരുന്നത്. രാജസ്ഥാനിലെ ഗേത്രി ഖനികളിൽ നിന്നാണ്. ഇനി ചരിത്ര പ്രസിദ്ധമായ ക്ഷേത്രപ്രവേശന വിളംബരം നടന്ന വർഷം ഏതാണ്? നവംബർ 12 ആണ്. 1936 നവംബർ 12. അടുത്ത ക്വസ്റ്റ്യൻ. ഉത്തരവാദ ഭരണം നേടുന്നതിനായിട്ട് രൂപീകരിക്കപ്പെട്ട തിരുവിതാംകൂർ സ്റ്റേറ്റ് കോൺഗ്രസിൻ്റെ ആദ്യ പ്രസിഡന്റായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടതാരാണ്? അത് പട്ടം എ താണുപിള്ളയാണ് അല്ലേ. പട്ടം എ താണുപിള്ളയാണ് ഉത്തരവാദ ഭരണം നേരിടുന്നതിൻ്റെ രൂപീകരിക്കപ്പെട്ട തിരുവിതാംകൂർ സ്റ്റേറ്റ് കോൺഗ്രസിൻ്റെ ആദ്യ പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ടത്. അടുത്തത് CSIRൻ്റെ പൂർണ്ണരൂപം. CSIRൻ്റെ പൂർണ്ണരൂപം എന്ത്? അപ്പോൾ അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ CSIRൻ്റെ പൂർണ്ണരൂപം ദ കൗൺസിൽ ഓഫ് സയൻറ്റിഫിക് ആൻഡ് ഇൻഡസ്ട്രിയൽ റിസർച്ച് എന്നാണ്. അടുത്തത് ആറാമത്തെ ക്വസ്റ്റ്യൻ. സമത്വ സമാജത്തിൻ്റെ സ്ഥാപകൻ ആരാണെന്നാണ്? സമത്വ സമാജത്തിൻ്റെ സ്ഥാപകൻ ആരാണ്? വൈകുണ്ഠ സ്വാമികൾ. സമത്വ സമാജത്തിൻ്റെ സ്ഥാപകൻ വൈകുണ്ഠ സ്വാമികൾ. ചുവടെ തന്നിരിക്കുന്ന ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ പ്രസിഡന്റ് പദവി അലങ്കരിച്ചിരുന്ന വനിതകൾ ആരെല്ലാമാണെന്നാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ 1, 3, 4 ശരിയാണ് കേട്ടോ. സരോജിനി നായിഡു, നെൽസൺ ഗുപ്ത, ആനി ബസന്റ്. സരോജിനി നായിഡു, നെൽസൺ ഗുപ്ത, ആനി ബസന്റ്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ. ക്യൂണിഫോം ലിപി ഏത് സംസ്കാരവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? മെസ്സപ്പെട്ടോമിയൻ സംസ്കാരമാണ്. ക്യൂണിഫോം ലിപി ഏത് സംസ്കാരവുമായിട്ടാണ് ബന്ധപ്പെട്ടിട്ടുള്ളത്? മെസ്സപ്പെട്ടോമിയൻ സംസ്കാരം. താഴെ തന്നിരിക്കുന്നവയിൽ തെറ്റായ ജോഡി കണ്ടെത്തുക. ഇന്ത്യ വിൻ ഫ്രീഡം ആരാണ്? സുഭാഷ് ചന്ദ്രബോസ്. അതാണ് തെറ്റായിട്ടുള്ളത്. അപ്പോൾ ശരിയായിട്ടുള്ളത് നമുക്കൊന്ന് നോക്കാം. ഹാപ്പി ഇന്ത്യ ലാലാ ലജപത് റായിയുടേതാണ്. ഇന്ത്യ ഡിവൈഡഡ് ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ആണ്. എ പാസേജ് ടു ഇന്ത്യ EM ഫോസർ ആണ്. അടുത്തത് ചുവടെ തന്നിരിക്കുന്ന സംഭവങ്ങൾ പരിഗണിക്കുക. അപ്പം അത് ഒരു തെറ്റായിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു കേട്ടോ. അതിൽ ശരിയായിട്ടുള്ള ആൻസർ ഇല്ല. ഇനി അടുത്തത് 11 2024 ജനുവരി 24 അന്തരിച്ച പ്രശസ്ത ചരിത്രകാരി ആരാണെന്നാണ്? അത് 24 അന്തരിച്ചിട്ടുള്ളത്, 29 അന്തരിച്ചിട്ടുള്ളത്. അത് R ചമ്പകലക്ഷ്മിയാണ് കേട്ടോ. അതും തെറ്റായിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇനി 12ാമത്തെ ക്വസ്റ്റ്യൻ. ഇന്ത്യൻ കൗൺസിൽ ഓഫ് ഹിസ്റ്റോറിക്കൽ റിസർച്ചിൻ്റെ നിലവിലെ ചെയർമാൻ ആരാണെന്നാണ്? അത് രഘുവേന്ദ്ര തൻവാർ ആണ്. ഇന്ത്യൻ കൗൺസിൽ ഓഫ് ഹിസ്റ്റോറിക്കൽ റിസർച്ചിൻ്റെ നിലവിലെ ചെയർമാനാണ് രഘുവേന്ദ്ര തൻവാർ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ. പാർലമെൻറ്റിൻ്റെ ചുമതലയിൽ പെടാത്ത ചുമതല ഏതാണെന്നാണ്? അപ്പോൾ പാർലമെൻറ്റിൻ്റെ ചുമതലകൾ ഏതൊക്കെയാണ്? നിയമനിർമ്മാണം, കാര്യനിർവഹണ വിഭാഗത്തെ നിയന്ത്രിക്കൽ, ഭരണഘടനാ ഭേദഗതി. ഇതിൽ ബില്ലുകൾ അംഗീകരിക്കൽ എന്ന് ഇവരുടെ പാർലമെൻറ്റിൻ്റെ ചുമതലയിൽ പെടാത്തതാണ് അല്ലേ. ഇത് ആരാണ് ബില്ലുകൾ അംഗീകരിക്കുന്നത്?
അപ്പം ആലോചിച്ച് നോക്കുക, നിങ്ങൾ ഓർത്തെടുക്കാൻ ശ്രമിക്കുക കേട്ടോ. ഇനി 14ാമത്തെ ക്വസ്റ്റ്യൻ, ധാതുക്കളുടെ കലവറ എന്നറിയപ്പെടുന്ന ഭൂപ്രകൃതി വിഭാഗം ഏതാണ്? ഉപദ്വീപീയ പീഠഭൂമിയാണ്. ധാതുക്കളുടെ കലവറ എന്നറിയപ്പെടുന്ന ഭൂപ്രകൃതി വിഭാഗം ഏതാണെന്ന് ചോദിച്ചാൽ അത് ഉപദ്വീപീയ പീഠഭൂമി. ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ നിയമനിർമ്മാണ വിഭാഗത്തിൽ ഉൾപ്പെടുന്നവർ ആരെല്ലാമാണ്? ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ നിയമനിർമ്മാണ വിഭാഗത്തെ ഉൾപ്പെടുന്നവർ ആരെല്ലാം? രാഷ്ട്രപതി, ലോകസഭ, രാജ്യസഭ. അടുത്ത ക്വസ്റ്റ്യൻ, ജെറ്റ് വിമാനങ്ങളുടെ സുഗമ സഞ്ചാരം സാധ്യമാക്കുന്ന അന്തരീക്ഷ മണ്ഡലം ഏത് എന്നാണ്? സ്ട്രാറ്റോസ്ഫിയർ ആണ്. സാമൂഹീകരണത്തെ സംബന്ധിച്ച് ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാം? അപ്പോൾ 3 പ്രസ്താവനകളും ശരിയാണ്. വിമർശനങ്ങളെ ഉൾക്കൊള്ളുന്നു, ഗ്രൂപ്പ് പ്രവർത്തനങ്ങൾ ഇഷ്ടപ്പെടുന്നു, പ്രശ്നങ്ങൾ മറ്റുള്ളവരുമായിട്ട് പങ്കുവയ്ക്കുന്നു. അടുത്തത് 18ാമത്തെ ക്വസ്റ്റ്യൻ ആണ്, സ്കൂൾ പാഠപുസ്തകങ്ങളിലെ ഭരണഘടനയുടെ ആമുഖം ഉൾപ്പെടുത്തുന്ന ആദ്യ സംസ്ഥാനം ഏതാണ്? അത് കേരളമാണ്. സ്കൂൾ പാഠപുസ്തകങ്ങളിൽ ഭരണഘടനയുടെ ആമുഖം ഉൾപ്പെടുത്തുന്ന ആദ്യ സംസ്ഥാനമാണ് കേരളം. രാജ്യത്ത് ഏറ്റവും കൂടുതൽ വനിതാ പ്രാതിനിധ്യമുള്ള നിയമസഭ ഏതാണ്? അത് ഛത്തീസ്ഗഡ് ആണ് കേട്ടോ. അപ്പോൾ രാജ്യത്ത് ഏറ്റവും കൂടുതൽ വനിതാ പ്രാതിനിധ്യമുള്ള നിയമസഭ ഏതാണെന്ന് ചോദിച്ചാൽ അത് ഛത്തീസ്ഗഡ് ആണ്. താഴെ കൊടുത്തിരിക്കുന്ന യൂണിറ്റുകൾ ശ്രദ്ധിക്കുക. അതിൽ ഫെർമി ആംസ്ട്രോണമിക്കൽ യൂണിറ്റ്, ആങ്സ്ട്രം പ്രകാശവർഷം, എല്ലാം ദൂരത്തിൻ്റെ യൂണിറ്റുകളാണ്. താഴെ കൊടുത്തിരിക്കുന്നവയിൽ സംരക്ഷിത ബലത്തിൻ്റെ നിർവചനങ്ങളിൽ പെടുന്നത് എന്താണെന്നാണ്. അതിൽ എ ഓപ്ഷനാണ് ശരിയായിട്ടുള്ളത്. ഒരു സംരക്ഷിത ബലം ചെയ്യുന്ന പ്രവൃത്തി അഗ്രബിന്ദുക്കളെ മാത്രം ആശ്രയിച്ചിരിക്കുന്നു. വ്യത്യസ്ത ഛേദതലത്തോടു കൂടിയ 2 സിറിഞ്ചുകൾ, സൂചിയില്ലാത്തവ, വെള്ളം നിറച്ച് ഒരു ഇറുകിയ റബ്ബർ ട്യൂബുമായി ബന്ധിപ്പിച്ചിരിക്കുന്നു. ചെറിയ പിസ്റ്റണിൻ്റെയും വലിയ പിസ്റ്റണിൻ്റെയും വ്യാസങ്ങൾ യഥാക്രമം 2 സെൻറ്റിമീറ്ററും 10 സെൻറ്റിമീറ്ററും ആണ്. ചെറിയ പിസ്റ്റണിൽ 1 N ബലം പ്രയോഗിക്കുമ്പോൾ വലിയ പിസ്റ്റണിൽ അനുഭവപ്പെടുന്ന ബലം എത്ര എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അത് 25 N ആണ്. ഇനി +2.5 ഡയോപ്റ്റർ പവർ ഉള്ള ഒരു ലെൻസിന് മുന്നിൽ 50 സെൻറ്റിമീറ്റർ അകലെ വെച്ചിട്ടുള്ള ഒരു വസ്തുവിന് ലഭിക്കുന്ന പ്രതിബിംബത്തിൻ്റെ രേഖീയ ആവർത്തനം താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഏതാണെന്നാണ്. അത് -4 ആണ്. ഇനി 50 ഓം, 100 ഓം, 200 ഓം പ്രതിരോധമുള്ള 2 ബൾബുകൾ സമാന്തര രീതിയിൽ 200 വോൾട്ട് DC സ്രോതസ്സുമായി ഘടിപ്പിച്ചിരിക്കുന്നു. താഴെ കൊടുത്തിരിക്കുന്നവയിൽ നിന്നും ശരിയുത്തരം തിരഞ്ഞെടുക്കുക. അപ്പോൾ 50 ഓം പ്രതിരോധമുള്ള ബൾബിനാണ് ഏറ്റവും കൂടിയ പവർ. അടുത്ത ക്വസ്റ്റ്യൻ, ചിത്രത്തിൽ കാണിച്ചിരിക്കുന്നത് ഒരു വിറ്റ്സൺ ബ്രിഡ്ജ് ആണ്. G എന്നത് ഒരു ഗാൽവനോമീറ്ററുമാണ്. ഗാൽവനോമീറ്ററിലെ കറണ്ട് എത്രയാണ്? 0 ആംപിയർ ആണ്. അടുത്തത്, തമോഗർത്തങ്ങൾ, ന്യൂട്രോൺ നക്ഷത്രങ്ങൾ, പൾസറുകൾ എന്നിവയുടെ പഠനത്തിനായിട്ട് 2024 ജനുവരിയിൽ ഇന്ത്യ വിക്ഷേപിച്ച ഉപഗ്രഹം ഏത്? എക്സ്പോസാറ്റ് ആണ്. 28ാമത്തെ ക്വസ്റ്റ്യൻ, സൂര്യനെക്കുറിച്ച് പഠിക്കുന്ന ആദ്യത്തെ ബഹിരാകാശ അധിഷ്ഠിത ഇന്ത്യൻ ദൗത്യമാണ് ആദിത്യ L1. L1 ഭൂമിയിൽ നിന്നും ഏകദേശം 1.5 ദശലക്ഷം കിലോമീറ്റർ അകലെയാണ്. ഇത് കറക്റ്റാണ്. ഇതിൽ 7 പെലോഡുകളാണുള്ളത് അല്ലേ? അതും കറക്റ്റാണ്. ഇത് സൂര്യൻ്റെ ഫോട്ടോസ്ഫിയർ, ക്രോമോസ്ഫിയർ, കൊറോണ എന്നിവയെക്കുറിച്ച് പഠനം നടത്തും. അതും കറക്റ്റാണ്. നൽകിയിരിക്കുന്ന ഉപഷെല്ലുകൾ ഏതിലാണ് ഏറ്റവും ഊർജ്ജം കൂടുതലുള്ളത് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അത് 3Dയിലാണ്. 30ാമത്തെ ക്വസ്റ്റ്യൻ, ഏത് ഗ്രൂപ്പ് മൂലകങ്ങളെയാണ് കാൽക്കോജൻസ് എന്ന പേരിൽ അറിയപ്പെടുന്നത്? 16ാം ഗ്രൂപ്പാണ് അല്ലേ? ചാൽക്കോജൻസ് എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇത് PSC പ്രൊനൗൺസിയേഷൻ തെറ്റിച്ചിട്ടാണ് ആ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്. എന്തായാലും അതും കൂടി നമ്മൾ ഇനി പഠിച്ചു വെക്കണം എന്നുള്ളതാണ് അതിൻ്റെ ഒരു ഇത് കേട്ടോ. അപ്പം ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 31, താഴെ നൽകിയിട്ടുള്ളവയിൽ ഒക്ടറ്റ് നിയമം പാലിക്കാത്ത സംയുക്തം ഏത് എന്നാണ്? PCl5. ഇനി STPയിൽ 2 മോൾ ഹൈഡ്രജൻ വാതകത്തിൻ്റെ വ്യാപ്തം കാണുക. 44.8 ആണ്. ഏത് നിയമമാണ് ദ്രാവകത്തിൻ്റെ ഒരു വാതകത്തിൻ്റെ ലയനത്തെ വിശദീകരിക്കുന്നത്? ഏത് നിയമമാണ് ദ്രാവകത്തിൽ ഒരു വാതകത്തെ ലയനത്തെ വിശദീകരിക്കുന്നത്? ഹെൻറീസ് നിയമമാണ്. താഴെ കൊടുത്തിരിക്കുന്നവയിൽ റീചാർജബിൾ അല്ലാത്ത ബാറ്ററി ഏതാണെന്നാണ്? അത് HG സെല്ലാണ്. മോൺസ് പ്രക്രിയ വഴി ശുദ്ധീകരിക്കാൻ കഴിയുന്ന മൂലകം ഏതാണ്? നിക്കലാണ് അല്ലേ? അടുത്തത്, ആഗോള താപനത്തിന് കാരണമാകുന്ന പ്രാഥമിക ഹരിതഗൃഹവാതകം ഏതാണ്? CO2 ആണ്. ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ് ആദ്യമായി വിശദീകരിക്കുകയും അതിനുള്ള നോബൽ സമ്മാനം നേടുകയും ചെയ്ത ശാസ്ത്രജ്ഞൻ ആരാണ്? ആൽബർട്ട് ഐൻസ്റ്റീൻ ആണ്. ഒരു ജീനിൻ്റെ ഒന്നിലധികം പ്രഭാവം ഏതാണ്? പ്ലിയോട്രോപ്പിസം ആണ്.
അടുത്ത ക്വസ്റ്റ്യൻ, ആധുനിക വർഗീകരണ ശാസ്ത്രത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്ന ശാസ്ത്രജ്ഞനാണ് കാൾ ലിനേയസ് ആണ്. കാൾ ലിനേയസ് ആണ് ആധുനിക വർഗീകരണ ശാസ്ത്രത്തിൻ്റെ പിതാവ്. ജേക്കബ്സൺസ് ഓർഗൺ എന്തുമായിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്? ഗന്ധവുമായിട്ടാണ്. താഴെ തന്നിരിക്കുന്നവയിൽ വീഡ് കില്ലർ കളനാശിനിയായിട്ട് ഉപയോഗിക്കുന്നത് ഏതാണെന്നാണ്? 2, 4, D ആണ് അല്ലേ. ലോക അൾഷിമേഴ്സ് ദിനമായി ആചരിക്കുന്ന ദിനം ഏതാണ്? അത് സെപ്റ്റംബർ 21 ഗാമ ടോക്കോഫെറോൾ എന്നറിയപ്പെടുന്ന വിറ്റാമിൻ ഏതാണ്? വിറ്റാമിൻ ഇ ആണ്. ലോകാരോഗ്യ സംഘടന നിർദ്ദേശപ്രകാരം ക്ഷയരോഗ ചികിത്സാ സംവിധാനമാണ് ഡോട്ട്സ്. ലോകാരോഗ്യ സംഘടന നിർദ്ദേശപ്രകാരം ക്ഷയരോഗ ചികിത്സാ സംവിധാനം ഏതാണ്? ഡോട്ട്സ് ആണ്. ബേർഡ് ഐ ചില്ലി ഇന്ത്യയുടെ ഏത് സംസ്ഥാനത്ത് നിന്നാണ് ആദ്യമായി കയറ്റുമതി ചെയ്യുന്നത്? മിസോറാമിൽ നിന്നാണ്. ഇനി അടുത്തത് മാത്സ് ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ അത് നിങ്ങളൊന്ന് ചെയ്തിട്ട് നോക്കുക കേട്ടോ. അപ്പം നമ്മൾ സ്ക്രോൾ ചെയ്ത് വിടുന്നുണ്ട്. അപ്പം നിങ്ങളതൊന്ന് ചെയ്ത് നോക്കുക. ഇനി അടുത്തത് സൈക്കോളജി ക്വസ്റ്റ്യൻസ് ആണ്. ആദി രൂപങ്ങൾ എന്ന കാഴ്ചപ്പാട് മുന്നോട്ട് വെച്ച ശാസ്ത്രജ്ഞൻ കാൾ ഗുസ്താവ് യുങ് ആണ്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, 2 വയസ്സുള്ള കുട്ടി പെൻസിൽ പിടിക്കുന്നത് വിരലുകൾ മാത്രം ഉപയോഗിച്ചുകൊണ്ടല്ല, മറിച്ച് കൈപ്പത്തി അപ്പാടെ ഉപയോഗിച്ച്. ഇത് ഏത് വികാസ തത്വത്തിന് ഉദാഹരണമാണ്? വികാസം സാമാന്യത്തിൽ നിന്നും വിശേഷണത്തിലേക്ക് കടക്കുന്നു. ഇനി നിഷേധം, ദമനം, യുക്തീകരണം, താദാത്മീകരണം, ആക്രമണം തുടങ്ങിയവ എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? സമായോജനം. ഓർമ്മയുമായി ബന്ധപ്പെട്ട് സമഗ്ര പഠനം നടത്തിയ JB വാട്സന്റെ ശിഷ്യനായ വിദ്യാഭ്യാസ വിദഗ്ധനാരാണ്? അത് കാൾ ലാഷ്ലി ആണ്. പരിഷ്കൃത യൂറോപ്യൻ കലകൾ, ശാസ്ത്രം, തത്വജ്ഞാനം, സാഹിത്യം എന്നിവയുടെ വ്യാപനം ലക്ഷ്യമാക്കിക്കൊണ്ടുള്ള വിദ്യാഭ്യാസമാണ് ഇന്ത്യയിൽ പ്രചരിപ്പിക്കുന്നതിന് നാം പരിഷ്കൃതമായ യൂറോപ്യൻ കലകൾ, ശാസ്ത്രം, തത്വജ്ഞാനം, സാഹിത്യം എന്നിവയുടെ വ്യാപനം ലക്ഷ്യമാക്കിക്കൊണ്ടുള്ള വിദ്യാഭ്യാസമാണ് ഇന്ത്യയിൽ പ്രചരിപ്പിക്കുന്നതിന് നാം ആഗ്രഹിക്കുന്നത്. ഏത് വിദ്യാഭ്യാസ പരിഷ്കരണ രേഖയിൽ ഉൾപ്പെട്ടിട്ടുള്ള പ്രസ്താവനയാണ്? 1854 വുഡ്സ് ഡെസ്പാച്ച് ആണ്. അടുത്തത്, ഭൂതദയ, അക്രമരാഹിത്യം, സ്വേച്ഛാധിപത്യം, അഹിംസ തുടങ്ങിയ സവിശേഷതകൾ ഏതു വിഭാഗത്തിൽ പെടുന്നു? മുഖ്യ സവിശേഷതകളാണ്. ദ നാച്ചർ ഓഫ് പ്രജുഡീസ് എന്ന ഗ്രന്ഥത്തിൻ്റെ രചയിതാവ് ഗോൾഡൻ വില്ലാർഡ് ആൾപോർട്ടാണ്. അടുത്തത്, ഉത്കൃഷ്ട എന്ന വികാരഭാവം ഏത് തരം ജന്മവാസനയിൽ പെടുന്നതാണ്? ആത്മസ്ഥാപനം. അഭിപ്രേരണയെക്കുറിച്ചുള്ള ഹിൽഗാർഡിൻ്റെ വിഭജനത്തിൽ പെടാത്തത് ധാരണമാണ്. ധാർമ്മിക വികസന ഘട്ടങ്ങളെ സസൂക്ഷ്മം വിലയിരുത്തിക്കൊണ്ട് തൻ്റേതായ വികസന മാതൃക അവതരിപ്പിച്ച മനഃശാസ്ത്രജ്ഞൻ ആര്? ലോറൻസ് കോൾബർഗ്. നേരത്തെ പഠിച്ച കാര്യങ്ങൾ പുതിയ പഠനത്തെ സ്വാധീനിക്കുന്നതിനെ എന്താണ് പറയുന്നത്? പഠനാന്തരണം. ബിംബനഘട്ടം എന്നത് ഏത് പഠന സിദ്ധാന്തത്തിൻ്റെ ഭാഗമായി അവതരിപ്പിക്കപ്പെട്ടതാണ്? വൈജ്ഞാനിക പഠന സിദ്ധാന്തമാണ്. താഴെ പറയുന്നവയിൽ സർഗാത്മകതയുടെ ഘട്ടങ്ങളിൽ ഉൾപ്പെടാത്തത് ഏത്? സംവാദാത്മക പഠനം. മൃദുലത, ആലസ്യം തുടങ്ങിയ ദോഷങ്ങൾക്ക് കാരണമായി തീർന്നേക്കാവുന്ന സംഗീതത്തെ നാം വർജിക്കണം. അയോണിയൻ ക്രമവും ലിഡിയൻ ക്രമവും നാം ഉപേക്ഷിക്കണം. ഈ നിരീക്ഷണം മുന്നോട്ട് വെച്ച വിദ്യാഭ്യാസ ചിന്തകൻ പ്ലാറ്റോ ആണ്. മാനസിക വൈകല്യങ്ങളെ തടയുകയും പരിഹരിക്കുകയും ചെയ്യുക എന്ന ലക്ഷ്യത്തോടെ പ്രവർത്തിക്കുന്ന അന്തർദേശീയ തലത്തിൽ പ്രശസ്തമായ സ്ഥാപനമാണ് NIMH. ഗസ്റ്റാൾട്ട് മനഃശാസ്ത്ര ചിന്താധാരയിൽ പെടാത്ത വിദ്യാഭ്യാസ പണ്ഡിതനാണ് CL ഹള്ള്. ബ്രിഡ്ജസ് ചാർട്ട് ഏത് മേഖലയുമായി ബന്ധപ്പെട്ടതാണ്? വൈകാരിക വികാസം. ആൽബർട്ട് ബന്ദൂരയുടെ നിരീക്ഷണ പഠന പ്രക്രിയയിൽ ഉൾപ്പെടാത്ത ഘടകം ഏത്? ഓർമ്മയാണ്. ദൃശ്യപരവും സ്ഥലപരവുമായിട്ടുള്ള കഴിവുകളെ മാപനം ചെയ്യുന്നതിനായിട്ട് ഉപയോഗിക്കുന്ന പരീക്ഷ ഏതാണ്? മിനിസോട്ട മാനുവൽ ഡെക്സ്റ്റിരിറ്റി ടെസ്റ്റ് ആണ്. വൈകാരിക ബുദ്ധിയെക്കുറിച്ച് ആഴത്തിലും ആധികാരികമായും പഠനം നടത്തിയ മനഃശാസ്ത്രജ്ഞനാണ് ഡാനിയൽ ഗോൾമാൻ. അടുത്തത് ഒരു പാസേജ് ആണ്. അതിലെ 81ാമത്തെ ക്വസ്റ്റ്യൻ, വാട്ട് ഷുഡ് എ സ്പീക്കർ ഡു ഇഫ് ദ ലിസണേഴ്സ് ഡിസഗ്രി വിത്ത് ഹിം ഓർ? അപ്പോൾ ഗിവ് എവിഡൻസ് ആണ്. അടുത്ത ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ മെയിൻ തീം ഓഫ് ദ പാസേജ്? മോണിറ്ററിംഗ് ദ റിയാക്ഷൻസ് ഓഫ് ലിസണേഴ്സ്. The term green light indicators that the speaker may continue ആണ് അതിൻ്റെ ശരിയായിട്ടുള്ള ആൻസർ. 83.
84ാമത്തെ ക്വസ്റ്റ്യൻ, വൺ ഓഫ് ദ സ്റ്റുഡൻസ് ഡേഷ് നോട്ട് വില്ലിംഗ് ടു ഡു ദ എക്സസൈസ്. വാസ് ആണ് അവിടെ ആൻസർ വരുന്നത്. 85, മൈ ടീച്ചർ ഈസ് ഇൻട്രസ്റ്റഡ് ഇൻ ആണ് അവിടെ ആൻസർ വരിക, റീഡിങ് നോവൽസ്. ദ പോലീസ് ഹാഡ് നോട്ടീസ്ഡ് ഡാഷ് വുമൺ എൻറ്ററിങ് ദ റൂം വിത്തൗട്ട് പെർമിഷൻ. ഇതായാണ് അവിടെ വരുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, ദ ഡോക്ടർ ഹാഡ് ആൾറെഡി ലെഫ്റ്റ് ദ പേഷ്യൻറ്റ് ഡാഷ് ദ ഹോസ്പിറ്റൽ. അപ്പോൾ റീച്ച്ഡ് ആണ് അതിൻ്റെ ആൻസർ വരുന്നത്. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ക്ലോസറ്റ്സ് ഇൻ മീനിങ് ടു ദ വേർഡ് കൺവിക്ഷൻ. കൺവിക്ഷൻ എന്ന് പറയുമ്പം അത് സ്ട്രോങ് ബിലീവാണ്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, ദ റിസപ്റ്റീവ് സ്കിൽ ആർ ലിസണിങ് ആൻഡ് റീഡിംഗ് ആണ്. 90ാമത്തെ ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് എ സ്കോറിംഗ് ഇൻഡിക്കേറ്റർ ഓഫ് സ്പീച്ച് ഇൻ്റലിജിബിലിറ്റി ആണ്. അടുത്ത ക്വസ്റ്റ്യൻ 91, 6 മലയാളികൾക്ക് 100 മലയാളം, അര മലയാളിക്കും 1 മലയാളം, 1 മലയാളിക്ക് മലയാളം ഇല്ല. കുറികൊള്ളുന്ന ഈ വരികൾ ആരുടേതാണ്? കുഞ്ഞുണ്ണിയാണ്. 92, കേരള മോപ്പ സാങ് ആരാണ്? തകഴി ശിവശങ്കര പിള്ളയാണ്. കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ 2020 ബാലസാഹിത്യ പുരസ്കാരം ലഭിച്ച മലയാളത്തിലെ കഥാസമാഹാരം ഏതാണെന്നാണ്? അത് വാഴ്ത്തപ്പെട്ട പൂച്ചയാണ്. ചുവടെ നൽകിയിരിക്കുന്ന നപുംസക ലിംഗത്തെ സൂചിപ്പിക്കുന്നത് ഏത്? മേശയാണ്. മലയാളത്തോടൊപ്പം മറ്റേത് ഭാഷ കൂടി ചേർന്നതാണ് മണിപ്രവാളം രൂപപ്പെട്ടിട്ടുള്ളത്? സംസ്കൃതമാണ്. കലാതരം എന്നതിന് സമാന പദം അല്ലാത്തതേത്? രവിയാണ്, രവി. ശ്രവണ നൈപുണിയുടെ വികാസത്തിനായി ജിജ്ഞാസ ഉണർത്തുന്നതും രസകരമായിട്ടുള്ള അനുഭവങ്ങൾ കുട്ടികൾക്ക് നൽകേണ്ടതാണ്. ഈ പ്രസ്താവനയോടുള്ള നിങ്ങളുടെ പ്രതികരണം എന്ത്? ശരിയാണ്. അടുത്ത ക്വസ്റ്റ്യൻ, കൈകൊണ്ട് കീറുന്നതിന് വേണ്ടിയിട്ട് വ്യത്യസ്ത വസ്തുക്കൾ കുട്ടികൾക്ക് നൽകുന്നത് ഏത് വികാസ മേഖലയുമായി ബന്ധപ്പെട്ട പ്രവർത്തനമാണ്? ശാരീരിക ചാലക വികാസമാണ്. അടുത്ത ക്വസ്റ്റ്യൻ, ഇപ്പോൾ നിലവിലുള്ള ഭാഷാ പഠന രീതി എന്തെന്നാണ് നിങ്ങളുടെ അഭിപ്രായം? ആശയ അവതരണ രീതിയാണ്. അടുത്തത് 100ാമത്തെ ക്വസ്റ്റ്യൻ, ഭാഷയുമായി ബന്ധപ്പെട്ട പഠന പ്രക്രിയ നിരന്തര വിലയിരുത്തലിൻ്റെ ഭാഗമായി വിലയിരുത്തുമ്പോൾ പരിഗണിക്കേണ്ട സൂചകങ്ങൾ ഏതെല്ലാം? അതിൽ A, B, C എല്ലാം ആണ്. പഠന പ്രവർത്തനങ്ങളിൽ പഠിതാവിൻ്റെ പങ്കാളിത്തം, ഭാഷയിലെ ഉള്ളടക്കപരമായ ധാരണ, വിവിധ ഭാഷാ വ്യവഹാര രൂപങ്ങളിൽ പഠനത്തിൻ്റെ പ്രകടനം, ഇവയെല്ലാമാണ്. അപ്പം അത്രയുമാണ് ഇന്നത്തെ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ. നന്നായിട്ട് പഠിക്കുക. താങ്ക് യു.